ചെറി ഏയ് അതൊന്നും ശരിയാവില്ലേ? എടാ ഈ ബോംബെ മോളസിനെ കണ്ടാലൊരു ഓഞ്ഞ ലുക്ക, പിന്നെ മേക്കനെ ഭയങ്കര പാടാ. നീ അത് വിട്ടുപിടി. എടാ ഓഡിഷനൊക്കെ നടത്തി, വെറുതെ സമയം കളഞ്ഞ വെച്ചു. എടാ ക്ലയന്റിനെ ആപ്റ്റ് ചെയ്യാൻ ഒറ്റ മോഡൽ വന്നില്ല. നീ ട്രൈ, നാളെ വിളിക്കാം. നീ ഇത്ര ടെൻഷനാവല്ലേ? ആ ക്ലയന്റ് ഇന്നോടെ വിളിച്ചു, അവർക്ക് ഈ ആഴ്ച ഷൂട്ട് ചെയ്യണം. നീ എന്ത് പറഞ്ഞു? സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഞാനൊരാളെ സജസ്റ്റ് ചെയ്യട്ടെ. അല്ല റാം പെർഫോമൻസ് ആയിരിക്കും. അവളെ മോഡലൊന്നുമല്ല, പക്ഷേ നീ പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ച് അവൾ ഈ ആഡിന് ആപ്റ്റായിരിക്കും. നീ വളച്ചെടുത്ത കാര്യം പറ. നന്ദിത, ഷീസ് മൈ നെയ്ബർ ഇൻ ബാംഗ്ലൂർ. എടാ ഇതൊക്കെ നീ അവളെ അറിയാതെ എടുത്ത ഫോട്ടോസാണ്. ഫ്രെയിമിങ്ങിനൊക്കെ ഒരു പന്തികേട്. ആളെങ്ങനെയുണ്ട്? എന്തായാലും നിന്റെ സെലക്ഷൻ അല്ലേ, മോശം വരില്ല. നീ അവളോട് വരാൻ പറ, നമുക്കിത് ഫിക്സ് ചെയ്യാം. എനിക്ക് കുറച്ച് സമയം താ, ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് കൺവിൻസ് ചെയ്യാം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ നാളെ ഡേറ്റ് ഫിക്സ് ചെയ്യും. ഷീൽ പെർഫോം ഇൻ ആഡ്. അളിയോ നീ ഇത് വലിച്ചില്ലേ? എടാ ഞാനിന്ന് നല്ല മൂഡില്ല. നന്ദിത അവളെ വെച്ച് ഇവിടുത്തെ ലീഡിങ് ടെക്സ്റ്റൈൽസിന്റെയും കോസ്മെറ്റിക്സിന്റെയും ഒക്കെ ആഡ് നമ്മളിനി പൊക്കും. ആർട്ടിക ആഡ് സോണിലൂടെ അവക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. അതിന് നന്ദ ഇനി വേറെ ആഡ്സ് ചെയ്യില്ല. നിനക്കറിയാലോ, ഇത് തന്നെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ അവളെ സമ്മതിച്ചത്. പിന്നെ അവളെ ഒരു ഷോ പീസായി കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബിക്കോസ് I love her. ലവ് അത് പറ. സമ്മതിച്ചു, അവളിനി വേറെ ആഡൊന്നും ചെയ്യണ്ട. പക്ഷേ നീ അവളെ ഈ ആഡിലേക്ക് കൊണ്ടുവന്നതിനാ? അത് എനിക്ക് അവളെ ഒന്ന് അടുത്ത് കാണാനും എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനും. അത് ശരി, അപ്പൊ വൺ മേ ട്രാക്ക് ആണല്ലേ? എന്നിട്ട് തുറന്നു പറഞ്ഞാ നീ ഇഷ്ടം? ഇല്ലടാ, അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ എനിക്ക് ഒന്നും അങ്ങ് പറയാൻ പറ്റുന്നില്ല. കണ്ണി നോക്കി പ്രേമം പറയാൻ ഇത് 70s ഒന്നുമല്ല. നിനക്ക് അങ്ങനെ കണ്ണു നോക്കി പറയാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വേറെ എന്തോ ഇടണ്ടളിയാ നോക്കാൻ. അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് തരിപ്പ് പറഞ്ഞു പോയതാ. എടാ നീ എന്തായാലും നിന്റെ ഇഷ്ടം അവളോട് പറ. അവൾക്ക് നിന്നെ ഇഷ്ടാവൂടാ. ഐ എം ഡാം ഷുവർ അബൌട്ട് ദാറ്റ്. എനിക്കറിയണം നിന്റെ ആ ഫ്ലാഷ് ബാക്ക്. നീ അവളെ കണ്ടതും പരിചയപ്പെട്ടതും എല്ലാം ഓരോന്നോരോന്നായി.
बैक। ನೀವಿನ ಆಚೆ ಕಡೆ ವೇಸ್ಟ್ ಬಿಸಾಕಿದ್ದು. ಹೌದು, ಸಾರಿ. ನಿಮ್ಮಾಜಿ ನಿಮ್ಮನೆ ನೀವೇನದಂಗ ಹೊಡ್ದಿರೇನ್ರಿ? ನೀ ದೊಡ್ಡ ಅದ ಎಲ್ಲೇನ್ರಿ ವೇಸ್ಟ್ ಬಿಸಾಕದಕ್ಕೆ? ನನ್ ಯಾರು ಅಂದು ಗೊತ್ತಿಲ್ಲ ನಿಮ್ಗೆ. ನಿಮ್ ಗಾಂಜಿಲೆ ಗೇನ್ ಮಾಡ್ತೆ ನೋಡಿ. ಸಾರಿ, ಜಸ್ಟ್ ಗಾಟ್ ಮಿಸ್ಡ್. ഓ മലയാളിയാണല്ലേ? അതെ. ചുമ്മാതല്ല, ഈ നാട്ടുകാർ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യൂല. സോറി, ഇന്ന് ജസ്റ്റ് മിസ് ആയതാ. ഇത് കണ്ടോ, ഇനി ഞാൻ എങ്ങനെ ഓഫീസിൽ പോവും? എവിടെയാ വാഷ്റൂം? അവിടെ. അയ്യോ പ്ലീസ്, ലേഡീസിനെ ഇവിടെ കേട്ടതെന്ന് ഹൗസ് ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാ താൻ പറ, ഇത് ഞാൻ എങ്ങനെ വാഷ് ചെയ്യും? അത് ഈ സ്ട്രീറ്റിന്റെ സെക്കൻഡ് ക്രോസിൽ ഒരു കോർപ്പറേഷന്റെ പൈപ്പുണ്ട്, അവിടെ നിന്ന് വാഷ് ചെയ്യാം. പോടാ. ബാംഗ്ലൂർ ബാബ കോളനി മലയാളി സമാജ സുഹൃത്തുക്കളെ, ബാംഗ്ലൂരിലെ മറ്റ് സമാജങ്ങളെ അപേക്ഷിച്ച് മികച്ച പ്രകടനമാണ് നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. പുലരികളുടെ കതിരിൻ ഒളി തഴുകിയ മൗനത്തിൻ ചിറകടീനി നീ കേൾക്കാമോ? ഒരു മറുമൊഴിതളിൽ നിറമെഴുതിയ സ്നേഹത്തിൻ ഹിമകണികകൾ നീ കേൾക്കാമോ? വേനലകലുവാൻ മഴയുടെ വിരൽ തലോടുവാൻ മനവുമായി എന്നൊഴുകിടുന്നു ഞാനിതിലെ. ഏതു നിമിഷവും എന്നിരവുകൾ വിലോലമായി നിനക്കായൊരുകിടുമെൻ സ്വരമിനിമേ നീ അറിയുമോ? നീലശലഭമേ നീ അണയുമോ എന്നരുമയായി എന്നരികിൽ? സ്വപ്നവനികയിൽ വസന്തവുമായി തീർന്നിതാ.
ഇന്നെന്താ? എത്ര നാളായടോ ഞാൻ തന്റെ പുറകെ നടക്കുന്നു. താൻ ഇതുവരെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഡു യു ലവ് മീ ഓർ നോട്ട്? ആൻസർ മീ. യെസ് ഓർ നോ? ഹേയ് കം ഓൺ ബേബ്, വൈ ഡോണ്ട് യു കോപ്പറേറ്റ് വിത്ത് മീ? തേഞ്ഞു മാഞ്ഞു പോകുന്ന സാധനമൊന്നുമല്ലല്ലോ മോളെ ഇത്. You bloody creep. ഹലോ, ആ പറയടി. ഇല്ലില്ല, കിടക്കാനോ? ഞാനിതാ ഇവിടെ ഒരു സ്വീറ്റ് ലവ് സ്റ്റോറി ആയിട്ടോണ്ടിരിക്കുക. ആ, അതല്ലേ രസം. കഥയിലെ നായകൻ നമ്മുടെ സേതുവാ. ആ, അതാണ് ഹൈലൈറ്റ്. നന്ദിത. ഇല്ലില്ല, ആളിതൊരു പ്രപ്പോസ് ചെയ്തിട്ടില്ല. എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. ആടെ നീ വെക്കടി, ഞാൻ വിളിക്കാം. ശരി. സേതു, നീ എത്രയും പെട്ടെന്ന് അവളെ പ്രപ്പോസ് ചെയ്യണം. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടാവൂടാ, എനിക്ക് ഉറപ്പുണ്ട്. അളിയാ, ഈ പെണ്ണൊന്നും മണൽത്തരി പോലെയാ. നമ്മൾ എത്ര കൂട്ടുപിടിക്കാൻ ശ്രമിച്ചാലും അവർ ഈ കൈവരടുക്കിടയിലൂടെ ഇങ്ങനെ ഓർന്ന് പൊക്കോണ്ടിരിക്കും. ഇല്ല അളിയ, എനിക്കെൻ്റെ പപ്പായുടെ ഷെയർ ആയിട്ട് ബാംഗ്ലൂരിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിപ്പോൾ ഒരു ചെറിയ കേസ് കൊടുക്കാം. അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് വരും. പിന്നെ സിറ്റിയിലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബുട്ടീക്ക് ഓപ്പൺ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അതൊന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രപ്പോസ് ചെയ്യും. എല്ലാത്തിനും ഒരു ജെന്യൂൻ അപ്രോച്ച് വേണം. അമിച്ചളിയ, നീ ലൈഫിൽ ഇത്രയും പ്ലാൻഡായിട്ടാ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. എടാ, നീ അവളെ വിളിക്ക്. നാളെ ഓറ മാഗസിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. നമുക്ക് അവളെ മോഡലാക്കടാ.